എപ്പിക് ഷിറ്റ്. ചീത്തയൊന്നും വിളിക്കുകയല്ല ഗൈസ്. ഞാനേ ഒരു ബുക്ക് വായിച്ചു കേട്ടോ, അങ്കുർ വാരിക്കോൻ്റെ സൂപ്പർ ഒരു ബുക്ക്. ഞാൻ വലിയ ബുക്ക് റീഡറൊന്നുമല്ല, എന്നാലും എനിക്ക് ആ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പലരുടെയും ലൈഫുമായിട്ട് അത് ടച്ച് ചെയ്ത് ഇരിക്കുന്ന ഒരു ബുക്കായിട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ. സീരിയസ്ലി കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഞാൻ ഭയങ്കര മൂത്താണ് ആ ബുക്ക് വായിച്ചത്. ശരിക്കും സീരിയസ്ലി ഞാൻ വായിച്ചത്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കത് തന്നതാണ് കേട്ടോ. താങ്ക്സ് ടു ദാറ്റ് ഫ്രണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ടൊരു ഉപകാരമായിട്ട് തോന്നി. അപ്പോൾ എനിവേ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക്, അച്ചൂസ് ഡയലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബുക്കിൻ്റെ പേര് പറയുമ്പോൾ ഡു എപ്പിക് ഷിറ്റ് എന്നാണ് കേട്ടോ. അതിൻ്റെ ഓഥർ വന്നിട്ട് അങ്കുർ വാരിക്കോൺ. അദ്ദേഹം എന്ന് പറയുമ്പം ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്, ടീച്ചറാണ്, പബ്ലിക് സ്പീക്കറാണ്. ചിലർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അറിയായിരിക്കും. അദ്ദേഹം നല്ലൊരു വെൽ നോൺ പേഴ്സൺ തന്നെയാണ്. പക്ഷേ ബുക്ക് എന്ന് പറയുമ്പോൾ റിയലി സൂപ്പറാണ് കേട്ടോ. അത് നമ്മുടെ ലൈഫിനെയൊക്കെ കുറച്ചുകൂടെ ടച്ച് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ, നമ്മൾ ആ ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഞാൻ ഇൻട്രൊഡക്ഷൻ കണ്ട് അത് എടുത്ത ഒരു ആളാണ് കേട്ടോ. അതെനിക്ക് ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഇത് തോന്നും, എന്നാൽ ഈ ബുക്ക് വായിക്കണമല്ലോ എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നി എടുത്ത ബുക്കാണ്. അപ്പം ആ ബുക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓരോ കണ്ടൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് സക്സസ്, ഹാബിറ്റ്സ്, റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എൻ്റർപ്രണർഷിപ്പ്, മണി, അങ്ങനെ നമ്മളിപ്പം ഈ ഒരു ഏജ് ലെവലിൽ എല്ലാവർക്കും വേണ്ട ഒരു അത്യാവശ്യം ഡൗട്ടൊക്കെ നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ബുക്കിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂഡ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വായിക്കണമെന്നില്ല കേട്ടോ. ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് വായിച്ചതല്ല, ഞാൻ ഒരു പാർട്ട് വൈസ് വായിച്ചതാണ്. പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഓരോ പാർട്ട് 1, പാർട്ട് 2 എന്നുണ്ടല്ലോ. സക്സസ്, ഹാബിറ്റ്സ്, അവയർനെസ്, റിലേഷൻഷിപ്പ്, മണി, അങ്ങനെ കുറേ നമ്മൾ ഓരോ പാർട്ട് വൈസാണ്. നമുക്ക് അത് ഓരോ പാർട്ട് വൈസായിട്ട് വരും. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നിന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടൂല എന്നൊന്നും ആരും പേടിക്കേണ്ട, നമുക്കത് വായിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലൈഫിൽ ചെയ്ത ഓരോ മിസ്റ്റേക്സും അതിനി നിങ്ങൾ ആരും ചെയ്യരുതേ എന്നുള്ളൊരു വാണിംഗ്, ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു വാണിംഗ് കൂടെ തന്നിട്ടാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതെങ്ങനെ അത് ഇങ്ങനെ ചെയ്താൽ റെക്ടിഫൈ, അത് നമ്മൾ ചില പാർട്ട് വൈസ് എന്ന് പറയുമ്പോഴേ ഞാൻ കാര്യം പറയാം, നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അതാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ട് വൈസ് എടുക്കുമ്പോൾ ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, അത് ചിന്തിക്കുന്നത് തെറ്റാണ് കേട്ടോ. അതങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ നല്ല ഒരു സ്വീറ്റായിട്ട് പുള്ളിക്കാരൻ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിലർ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഈ മണിയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ബിസിനസ് ആവട്ടെ എന്തോ ആവട്ടെ, അദ്ദേഹം 20s ചെയ്ത മിസ്റ്റേക്ക് ഉണ്ട്, 30s ചെയ്ത മിസ്റ്റേക്സ് ഉണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് കൊണ്ടാണ് അദ്ദേഹം അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കുക, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സീരിയസ്ലി ആയിട്ട് ഞാൻ പറയാം. നമുക്ക് ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെ നമുക്ക് പ്രശ്നമാണ്, നമ്മളെല്ലാവരും ഇപ്പോൾ സക്സസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഹാബിറ്റ്സ് കാണും ഇല്ലേ. നമ്മൾ അവയർനെസ് വേണം. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗോൾസ് അല്ലെങ്കിൽ എയിംസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പാർട്ട് വൈസും നമ്മളെ ഒരു ഫുൾ ലൈഫ്, ഒരു ലൈഫ് പാക്ക്ഡ് ബുക്ക് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഇപ്പം നമുക്ക് സക്സസ് എത്തണമെങ്കിൽ അതിൻ്റെ മിസ്റ്റേക്സ് പറഞ്ഞു തരും, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഹാബിറ്റ്സിനെ കുറിച്ച് എങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഇതാക്കാമെന്ന് പറയും. പിന്നെ അവയർനെസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ എല്ലാം അതിൽ നല്ല വ്യക്തതയോടെ എനിക്ക് അത് പറഞ്ഞു തന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആ ബുക്കിൽ. പിന്നെ പുള്ളിക്കാരൻ അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 1 year എക്സ്പീരിയൻസ് ആയിരിക്കും ഇല്ലേ.
അല്ലെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഒരു ഇതിൽ ഇഷ്ടപ്പെട്ട, ബാക്കി എല്ലാ കാര്യവും എനിക്ക് അതിൽ ഓർത്ത് വെക്കണം. പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു 1 year എക്സ്പീരിയൻസ് ഹോൾഡർ എന്ന് പറയുന്നത് ആണോ ബെറ്റർ? നമ്മളിപ്പോൾ ജോബിന് പോവുകയാണ്, നമ്മൾ ഇന്ന സ്ട്രീമിൽ 1 year എക്സ്പീരിയൻസ് ആണോ നല്ലത്, 5 year എക്സ്പീരിയൻസ് ആണോ നല്ലത്? ഇതിൽ 5 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, 1 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതിൽ നിങ്ങൾ പറഞ്ഞ ഏതായിരിക്കും നല്ല വ്യക്തികൾ എന്ന് പറയും? അഫ്കോഴ്സ് നമ്മൾ പറയും 5 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നല്ലത്. പക്ഷേ അതിൽ ബാക്ക് സൈഡ് നമ്മൾ നോക്കുന്നെങ്കിൽ 1 year എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ 1 year ആ ഒരു ജോബ് മാത്രം പ്രിഫർ ചെയ്തിട്ട് പുള്ളിക്കാരൻ 5 വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്. പക്ഷേ ഓരോ 1 year കഴിയുമ്പോൾ അദ്ദേഹം ഓരോരോ സ്ട്രീമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറി വർക്ക് ചെയ്യണം. അല്ല നമ്മൾ ഒരു ജോബ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 5 years പുള്ളിക്കാരൻ ചെയ്യുന്നില്ല. ആക്ച്വലി അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ 5 years കൊണ്ട് പല സ്ട്രീമിൽ ചെയ്ത് ജയിക്കുന്നവരാണ് ഏറ്റവും വലിയ ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പോരാളികൾ എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതിൽ നമ്മൾ അല്ലാതെ നമ്മൾ ഈ 5 years കണ്ടിന്യൂസ് ഒരു ജോബ് തന്നെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമ്മൾ ഫുൾ 5 years ചെയ്യണേക്കാളും പല ജോബ്സ് ചെയ്യുന്നവരാണ് മരണ മാസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് പാർട്ട് റിലേഷൻഷിപ്പാണ് കേട്ടോ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാവട്ടെ, സിംഗിൾ ആയിട്ടുള്ളവരായിരിക്കട്ടെ, ലവ് ചെയ്യുന്നവരാവട്ടെ, ഫെയിലർ ആവട്ടെ, എന്താണെങ്കിലും ആ റിലേഷൻഷിപ്പ്, ആ ഒരു ഇത് വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ പലരുടെയും തോട്ട്സ്, ഇന്റേണൽ നമ്മളെ മൈൻഡിൽ വരുന്ന തോട്ട്സിനൊക്കെ ഒരു ആൻസർ ആയിട്ട് എനിക്ക് ആ ബുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ റിലേഷൻഷിപ്പ് ചിലതൊക്കെ ഞാൻ വായിച്ചിട്ട് ചിരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെയിലും അത് ആണല്ലോ, ഞാനും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റിലേഷൻഷിപ്പ് ആ പാർട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്കും എല്ലാവരും ഒന്ന് എപ്പോഴെങ്കിലും കിട്ടുമ്പം അവൈലബിൾ ആണെങ്കിൽ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കും. പിന്നെ ആരെങ്കിലും വായിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കും കേട്ടോ. എനിക്ക് പെട്ടെന്ന് വായിച്ച് തീർത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളടുത്ത് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആ ബുക്ക് വായിക്കണമെന്ന് തോന്നി, ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ എവിടെയെങ്കിലും ആയാലോ അന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പിന്നെ ആർക്കെങ്കിലും ഇതുപോലത്തെ നല്ല നല്ല ബുക്സ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ബുക്കിൻ്റെ പേരൊന്ന് ഇട്ടേക്കും, അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ബുക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ, ഞാൻ വായിച്ചു തീർത്ത് പറയാനാണ് വന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന്, ഈ ബുക്ക് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട്, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക, സ്റ്റേ ഹെൽത്തി, എൻജോയ് എവരി മൊമെൻറ്റ്സ്. ഓക്കെ ദെൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം.